ഹായ്, ഇന്ന് സെറ്റ് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ? ബുദ്ധിമുട്ടായിരുന്നോ? എങ്ങനെയായിരുന്നു എന്നറിയാൻ വേണ്ടി നമുക്ക് കുട്ടികളോട് തന്നെ ചോദിച്ചറിയാം. അതിനുവേണ്ടി ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എറണാകുളം ഗേൾസ് സ്കൂളിലാണ്. നമുക്ക് അവരോട് റിവ്യൂ ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എക്സാം ജനറൽ പേപ്പർ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ സബ്ജക്റ്റ് ഇച്ചിരി ടഫായിരുന്നു. സബ്ജക്ട് ടഫായിരുന്നു. സിസിയുടെ സ്റ്റുഡന്റ് ആയിരുന്നു അല്ലേ? ഏതായിരുന്നു സബ്ജക്ട്? കെമിസ്ട്രി. കെമിസ്ട്രി ആണ്. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചില്ല, എങ്ങനെയായിരുന്നു? ക്ലാസ്സുകളിലൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായി, പക്ഷെ പൊതുവെ ഇത്തിരി ടഫായിട്ട് തോന്നി കെമിസ്ട്രിയുടെ ടഫായി ക്വസ്റ്റ്യൻസ്. തോന്നി. അപ്പൊ കെമിസ്ട്രി ആയിരുന്നോ അതോ നമ്മുടെ ജനറൽ പേപ്പർ ആയിരുന്നോ? ഏതായിരുന്നു കുറച്ചുകൂടി ബുദ്ധിമുട്ടായി തോന്നിയിരിക്കുന്നത്? സബ്ജക്ട് പേപ്പർ ടഫായിരുന്നു. ജനറൽ പേപ്പർ CC പറഞ്ഞ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും കോഴ്സിൽ ജോയിൻ ചെയ്തതുകൊണ്ട് നന്നായില്ലേ? നന്നായി. ഏതായിരുന്നു സബ്ജക്ട്? ഇംഗ്ലീഷാണ് സബ്ജക്ട്. എങ്ങനെയുണ്ടായിരുന്നു? നെറ്റിനേക്കാളും കുറച്ച് ടഫാന്ന് എനിക്ക് തോന്നിയായിരുന്നു. നെറ്റിനെക്കാളും ടഫായിരുന്നു. ജനറൽ പേപ്പറും ആണോ ബുദ്ധിമുട്ട് അതോ സബ്ജക്റ്റ് ആയിരുന്നോ? കൂടുതലും ജനറൽ നോളജ് ആണ് ചോദിച്ചത്. കൂടുതലും സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. അപ്പൊ ഇംഗ്ലീഷിലെ സിലബസിന് പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ വന്നു, അങ്ങനെ എന്തെങ്കിലും തോന്നി? സിലബസ് ഉണ്ടായിരുന്നു, പക്ഷെ സിലബസ് കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഏതായിരുന്നു സബ്ജക്ട്? കെമിസ്ട്രി ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? പാടായിരുന്നു. സബ്ജക്റ്റ് ആയിരുന്നോ അതോ മെയിൻ പേപ്പർ ആയിരുന്നോ? രണ്ടും പാടായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് എഴുതുന്നല്ലേ, അപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ എങ്ങനെ പാറ്റേൺ എന്നൊക്കെ മനസ്സിലായില്ലേ? കെമിസ്ട്രി ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? പഠിച്ചിരുന്നെങ്കിൽ നല്ലോണം അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. നല്ലോണം പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് നമുക്കിത് എഴുതിയിരുന്നെങ്കിൽ നല്ല മാർക്ക് കിട്ടുമായിരുന്നു. ജനറൽ പേപ്പർ നല്ലതായിരുന്നു. ജനറൽ പേപ്പർ കുഴപ്പമില്ലായിരുന്നു. ഏതായിരുന്നു സബ്ജക്ട്? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? നല്ല പാടായിരുന്നു. ജനറൽ പേപ്പർ ആയിരുന്നോ സബ്ജക്ട് പേപ്പർ ആയിരുന്നോ? സബ്ജക്ട് ആയിരുന്നു. ഇത് എത്രാമത്തെ തവണ ഇപ്പൊ സെറ്റ്? ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ പുറത്തുനിന്ന് സിലബസിന്റെ പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു അങ്ങനെ എന്തെങ്കിലും? ഡീപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ബോട്ടണി ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുറച്ച് ടഫായിരുന്നു. കുറച്ചേ ഉള്ളൂ, വലിയ കുഴപ്പമില്ല. ജനറൽ പേപ്പർ എങ്ങനെയുണ്ടായിരുന്നു? മോഡറേറ്റ് ആയിരുന്നു. അപ്പൊ കമ്പാരിറ്റീവ്ലി ജനറൽ പേപ്പർ ആണോ അതോ ഫസ്റ്റ് ടൈം അറ്റൻഡിങ്? എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി എക്സാം? ഇംഗ്ലീഷ് ആയിരുന്നു, അപ്പൊ ഇത്തിരി ടഫായിരുന്നു. പൊതുവെ എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നേന്നൊരു സംശയം, ഏത് സിലബസിന്റെ ഏത് ഭാഗത്തു നിന്നാണ് വന്നേന്നൊക്കെ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. ജനറൽ പേപ്പർ എങ്ങനെയുണ്ടായിരുന്നു? ഇംഗ്ലീഷായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരുന്നു. അപ്പൊ ഇംഗ്ലീഷ് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ടഫായിരുന്നു. ടഫ് എന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിക്കുമ്പോൾ ടഫായിരുന്നു. എന്തായിരുന്നു വ്യത്യാസം തോന്നുന്നേ? വലിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ നമുക്ക് Statement. സ്റ്റേറ്റ്മെന്റ് ആയപ്പോ വായിച്ച സമയം ടൈം ഉണ്ടായില്ല. പിന്നെ ടൈം ഒട്ടും ഉണ്ടായിരുന്നില്ല. ഒരു 10 ദിവസത്തിനോട് നമുക്ക് ലാസ്റ്റ് ഓടിച്ചിട്ട് ചെയ്യേണ്ട പോലെ വന്നു. ജനറൽ പേപ്പർ എങ്ങനെയുണ്ടായിരുന്നു? ജനറൽ കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. കെമിസ്ട്രി കുറച്ച് കഴിഞ്ഞ കൊല്ലത്തെ നോക്കുമ്പോൾ ഇത്തവണ ടഫായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? ഏതായിരുന്നു സബ്ജക്ട്? കെമിസ്ട്രി ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. കെമിസ്ട്രിയുടെ പേപ്പർ കുറച്ച് ടഫ് ഉണ്ടായിരുന്നു. കുറച്ച് വായിച്ച് മനസ്സിലാക്കി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയതുകൊണ്ട് സമയക്കുറവുണ്ടായിരുന്നു. ജനറൽ പേപ്പർ ആയിരുന്നോ എളുപ്പം അതോ ജനറൽ ആയിരുന്നു എനിക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു? ഇത് കുറച്ചുകൂടി റിയാക്ഷൻസ് ഒക്കെ എഴുതി വരുമ്പോഴേക്കും നമുക്ക് ടൈം കുറച്ച് കഴിഞ്ഞ വർഷത്തെക്കാളും ബുദ്ധിമുട്ടായിരുന്നു. ഏതായിരുന്നു സബ്ജക്ട്? കെമിസ്ട്രി ആണ്. അപ്പൊ എന്താ ബുദ്ധിമുട്ടായിട്ട് തോന്നിയ? ജനറൽ പേപ്പർ ആണോ സബ്ജക്ട് പേപ്പർ? സബ്ജക്ട് ആയിരുന്നു. ജനറൽ പേപ്പറിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. കുഴപ്പമില്ല. പുറത്തുനിന്നായിരുന്നോ ക്വസ്റ്റ്യൻ ചോദിച്ചത്? എന്താ ഒരു മാറ്റമായിട്ട് തോന്നിയിരിക്കുന്നത്? പുറത്തുനിന്നല്ല, കുറച്ച് ഡീപ്പായിട്ടാണ് ചോദിച്ചത്. ഡീപ്പായിട്ടാണ് തോന്നിയത്. ചിലപ്പോ എന്റെ പ്രാക്ടീസ് കുറവായിരിക്കും. സമയം കിട്ടിയില്ല സ്കൂളിൽ. സമയം കുറവാണ്. ഏതായിരുന്നു സബ്ജക്ട്? നാച്ചുറൽ സയൻസ്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? വളരെ ടഫായിരുന്നു. ജനറൽ പേപ്പർ ഇതിലും കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിരുന്നു. എന്താ ഇത്ര ബുദ്ധിമുട്ട് തോന്നാൻ കാരണം? കഴിഞ്ഞ പ്രാവശ്യം ഫോക്കസ് ചെയ്ത ഏരിയസ് നല്ല ഇപ്രാവശ്യം ഫോക്കസ് ചെയ്തേക്കണം. അല്ല സിലബസിന് പുറത്ത് ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ടോ? അകത്ത് തന്നെ വിചാരിക്കാത്ത ഭാഗങ്ങളിൽ നിന്ന് വന്നു. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല. ഓക്കെ, ശരി. ഏതായിരുന്നു സബ്ജക്ട്? കെമിസ്ട്രി ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കഴിഞ്ഞതിനേക്കാളും കഴിഞ്ഞ എക്സാം നടന്നതിനേക്കാളും കുറച്ചും കൂടെ എളുപ്പമായിട്ട് അതൊന്ന് ഫീൽ ചെയ്തേ. എളുപ്പമായിരുന്നു. പക്ഷെ മൊത്തത്തിൽ ഒരു സംതൃപ്തി ഇല്ല. ഓക്കെ. അപ്പൊ ജനറൽ പേപ്പർ ആണെങ്കിലോ? ജനറൽ പേപ്പർ ആയിരുന്നു കമ്പാരിറ്റീവ്ലി സബ്ജക്റ്റിനേക്കാളും എളുപ്പമായിരുന്നത്. എന്താ പഠിക്കാത്ത ക്വസ്റ്റ്യൻ? പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ വന്നു എന്നാണോ
അതോ ഇല്ല, നമ്മുടെ പ്രിപ്പറേഷന്റെ ഒരു കുറവ് അതിലുണ്ടല്ലോ. അതുകൊണ്ടാണ്. എക്സാം കുഴപ്പമുണ്ടായിരുന്നു. ഏതായിരുന്നു സബ്ജക്ട്? ഞാൻ ഇംഗ്ലീഷ് ആയിരുന്നു. ഇംഗ്ലീഷ് ആയിരുന്നു. നല്ലതായിരുന്നോ? കുഴപ്പമുണ്ടായിരുന്നു. ജനറൽ പേപ്പർ എളുപ്പമായിരുന്നു.